അത് നന്നായിട്ട് തോന്നി. ആ അങ്ങനെ തോന്നി. ഞാൻ എൻജോയ് ചെയ്തു. എൻ്റെ ഇഷ്ടമായിരിക്കില്ല. ഓക്കെയാണ്, അങ്ങനെയൊന്നുമില്ല. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. നല്ല ചിത്രം. അതിനെ കണ്ട് ഫാമിലിയായിട്ടിരുന്ന് കാണാം. അടിപൊളിയായി. വലിയ കോമഡി അല്ല, എന്നാലും പടം കണ്ടോണ്ടിരിക്കാം, ബോറടിക്കൂല. നല്ല പടം. കുടുംബം പറയുന്നത് കൊള്ളാം, കുഴപ്പമില്ല. അഭിനയമൊക്കെ കൊള്ളാം. നല്ലൊരു മെസ്സേജാണ്. കുഴപ്പമില്ല, നല്ല ഫിലിം. അല്ല, നടക്കുന്ന സംഭവം തന്നെ. നന്നായിരിക്കുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സിനിമയാണ്. ഇന്ദ്രജിത്തിൻ്റെ അനശ്വരയുടെ ഒരു പുതിയ മൂവാണ്. നല്ലൊരു മെസ്സേജാണ്. ഇന്ദ്രജിത്തിൻ്റെ അനശ്വരയുടെ അഭിനയം തന്നെയാണ്. ഉണ്ട്. ഇത് കാണാനുള്ള കാര്യം അങ്ങനെയൊന്നുമില്ല. ഇന്ദ്രജിത്തിൻ്റെ ഒരു പുതിയ സിനിമ ആയതുകൊണ്ട് നല്ലതാണെന്ന് തോന്നുന്നുള്ളൂ. അല്ല, അങ്ങനെയല്ല, ഒരു എൻ്റർടൈനിങ് ആണ്. മെസ്സേജ് അങ്ങനെ കണക്റ്റ് ആവും. കൊള്ളാം. നല്ലൊരു സിനിമയാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിലേക്ക് ഇന്ന് ആവശ്യമുള്ള സംഭവം. കാരണം അവന് യാദൃച്ഛ്യമായിട്ട് പെട്ടുപോകുന്ന ഓരോ ശരി പ്രണയത്തിൻ്റെ പ്രത്യേക ഒരു ഫോർമാറ്റിൽ ദീപു ചെയ്ത് അതിൻ്റെ പ്രണയത്തിൻ്റെ ഒരു സത്യം എന്താണെന്നുള്ള മനസ്സിലായില്ല. അഭിനയം രണ്ടുപേരും, അതായത് നല്ല സിനിമാറ്റോഗ്രാഫി കൊള്ളാം. പിന്നെ ഇന്ദ്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനശ്വര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലിയെ കാണാൻ പറ്റും. ബിജു പപ്പൻ ജി നന്നായിട്ട് ചെയ്തു. എന്നുവെച്ചാൽ ഒരു നമ്മൾ നിത്യം കാണുന്ന സിനിമയിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തതയുമുണ്ട്. എന്നാൽ നല്ല പാട്ടുകളും, അങ്ങനെ ഒരു നല്ല സിനിമ തന്നെ. പടം അങ്ങനെ നല്ല സിനിമ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. രണ്ടുപേരുടെ ഒരു കോംബോയും നല്ലൊരു മെസ്സേജ് ആയിരുന്നു. നല്ലൊരു സിനിമ. രണ്ടുപേരും കൊള്ളാം. കോമഡിയുണ്ട്. കോമഡി, റൊമാൻറ്റിക് എല്ലാം ചേർന്നൊരു സിനിമ. എടുത്തത് രണ്ടുപേരുടെ അഭിനയം, മ്യൂസിക് കൊള്ളായിരുന്നു. ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റിയ സിനിമ.